എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ 9 മണിയുടെ സൂം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു അവസരത്തിനെ പറ്റി കേൾക്കാനാണ്. അത് ജസ്റ്റ് ഒരു അവസരമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവത്തിൽ എല്ലാവരും ഒന്നിവിടെ ശ്രദ്ധയോടെ ഇരിക്കുക. കാരണം ഇത് മനസ്സിലായ ഒരു വ്യക്തി പോലും ഇത് വേണ്ടാന്ന് വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ എന്ത് മുൻവിധികൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാണ്ട് പല ആൾക്കാരും പലതും പറഞ്ഞ് നമ്മുടെ മനസ്സിൽ കിടക്കണം. പക്ഷെ നമ്മളായിട്ട് ഇതെന്താന്ന് കൃത്യമായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോണത് ഗേറ്റ് വേ ടു സക്സസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു അവസരത്തിനെ പറ്റിയാണ്. ഗേറ്റ് വേ ടു സക്സസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് വിജയത്തിലേക്കുള്ള കവാടം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. വിജയത്തിലേക്കുള്ള കവാടമാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരമായിട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗേറ്റ് വേ ടു സക്സസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു അവസരം കേൾക്കാൻ ഇന്നിപ്പോ ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന പലരും പല കാറ്റഗറിയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം, ഹൗസ് വൈഫ്സ് ഉണ്ടാവാം, സ്റ്റുഡൻസ് ഉണ്ടാവാം, ഗവൺമെന്റ് എംപ്ലോയീസ്, റിട്ടയർഡ് ആൾക്കാരോ, അങ്ങനെ പല കാറ്റഗറിയിലെ ആൾക്കാരാണ്. കാരണം ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഏതൊരു വ്യക്തിക്കും 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും നമ്മൾ ഒരു സഹായമാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അവർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ ഓഫർ ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം, ഒരു മാറ്റം വരണം, ലൈഫിൽ ഒരു നല്ല മാറ്റം വരണം, നമുക്കൊരു ഗ്രോത്തും പ്രോഗ്രസ്സും ഒക്കെ കൊണ്ടുവരുന്ന ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കേണ്ടത് അല്ലെ. ഈ ഒരു പ്രസന്റേഷൻ നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ ഒരു പ്രസന്റേഷനിൽ ഉണ്ടാവുക. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു മാറ്റം, ഒരു ഗ്രോത്തും പ്രോഗ്രസ്സിനും ഉള്ള സാധ്യതയാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏറ്റെടുത്താലേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താന്ന് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല കേട്ടോ. ഈ ഒരു കേൾക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരണമെങ്കിലും ശ്രദ്ധയോട് ഇത് കേട്ടാൽ ഇത് ആരും വേണ്ടാന്ന് വെക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അതിനുള്ളൊരു അവസരമാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ കേൾക്കാനായിട്ട് നമ്മൾ ഈ ഒരു വേദിയിലേക്ക് എല്ലാവരും വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. സാധാരണ ഒരു വ്യക്തിയുടെ കോമൺ നീഡ്സ് എന്തൊക്കെയാണ്? നോർമലി നമുക്കറിയാം, എല്ലാവർക്കും ആരോഗ്യം വേണം, സമ്പത്ത് വേണം, സ്വാതന്ത്ര്യം വേണം. ഈ 3 കാര്യമാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതും. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഓട്ടം മുഴുവൻ, അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ലൈഫിൽ ഒരു പ്രോഗ്രസ് വന്നു എന്ന് നമുക്ക് എന്തായാലും തീരുമാനിക്കാം അല്ലെ. ഈ ഒരു 3 കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ലൈഫ് നല്ലൊരു രീതിയിലുള്ള ഒരു പ്രോഗ്രസ് നമ്മുടെ ലൈഫിൽ വന്നു. പക്ഷെ 90% ആൾക്കാർക്കും ഇത് 3 ഒരുമിച്ച് കിട്ടാറില്ല. ഇത് 3 ഒരുമിച്ച് കിട്ടുന്ന വളരെ വളരെ ചുരുക്കം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ഒരു പ്രസന്റേഷൻ നമുക്ക് അതിനും ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്കിത് കാണാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനം എങ്ങനെയാ വരുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം വരുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ബിസിനസ്. ജോലിയും ബിസിനസ്സും ആണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരുടെയും സോഴ്സ് ഓഫ് ഇൻകം. ഇനി എങ്ങനെയാണ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്? നമ്മൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൽ എന്താണ്, അതിനനുസരിച്ച് നമുക്ക് ഒരു റേറ്റ് ഉണ്ട് മാർക്കറ്റിൽ. അതായത് ഒരു ഡോക്ടറിന് കിട്ടുന്ന കൂലിയല്ല, വേജസ് അല്ല ഒരു പ്ലംബറിന് കിട്ടണം, ഒരു ക്ലർക്കിന് കിട്ടുന്നതല്ല ഒരു ഡ്രൈവറിന് കിട്ടുന്ന, ഒരു കളക്ടറിന് കിട്ടുന്നതല്ല ഒരു എഞ്ചിനീയറിന് കിട്ടണം. അപ്പൊ എല്ലാവർക്കും അവനവന്റെ സ്കില്ലിനനുസരിച്ചും അവനവന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടും നമ്മുടെ ജോലിക്ക് ഒരു വരുമാനത്തിന് ഒരു നിശ്ചിത എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കിംഗ് അവേഴ്സും ഈ റേറ്റും വെച്ചിട്ട് ആണ് നമ്മുടെ ഇൻകത്തിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഈ വർക്കിംഗ് അവേഴ്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ബാരിയർ അല്ലെ. 24 മണിക്കൂർ 24 മണിക്കൂറുള്ള നമുക്ക് ഓരോരുത്തർക്കും 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം, 10 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം എല്ലാം ഡിഫറെന്റ് ആണ്. കാരണം മണിക്കൂറിനെ ബേസ് ചെയ്ത്. പക്ഷെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എത്രയാ? 24 hours അല്ലെ. അപ്പൊ ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഒരു സാധാരണ വ്യക്തിയുടെ വരുമാനം ഞാൻ ഈ പറഞ്ഞ പോലെ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ അവൻ ഒരു 15 തൊട്ട് 40,000 രൂപ വരെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
ഇനി 16 മണിക്കൂറും അവൻ വർക്ക് ചെയ്താൽ അവൻ ഒരു 25 തൊട്ട് 60,000 രൂപ വരെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അവൻ 24 മണിക്കൂർ വർക്ക് ചെയ്താലും അവനൊരു 50,000 തൊട്ട് 90,000 ഒരു 1,00,000 താഴെ വരെ സാധാരണ ഒരു വ്യക്തിക്ക് ഉള്ള ഒരു അവസരമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനും ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞ് 24 മണിക്കൂറൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. 8, 10, 12, 14 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മുഴുവനും നമ്മൾ ചെയ്യുന്ന എന്തിനാ? നമ്മൾ ഓവർ ടൈം എടുക്കുന്നതും ഒക്കെ നമ്മുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ലീനിയർ ഇൻകം ആണ്. ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണൽ എഫേർട്ടിൽ മാത്രം വരുന്ന വരുമാനം, ഓക്കെ, അവരുടെ പ്രസൻസിൽ മാത്രം വരുന്ന വരുമാനം, അതൊരു ലിമിറ്റഡ് ഇൻകമുമാണ്. അപ്പൊ ഈ വ്യക്തി ഇല്ലെങ്കിലോ, ഈ വ്യക്തിക്ക് പോവാൻ പറ്റിയില്ലെങ്കിലോ, അവിടെയാണ് ഈ വരുമാനം നിന്നു പോണത്. ഇതിനാണ് ലീനിയർ ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ പ്രസൻസിൽ മാത്രം വരുന്ന വരുമാനം. ഇതാണ് കോമൺ ആയിട്ട് ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന ഒരു വരുമാന സോഴ്സ് ഇതാണ്. പക്ഷെ നമ്മൾ വളരെ വളരെ റിച്ച് ആയിട്ടുള്ള വലിയ വ്യവസായികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രീതിയിൽ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് റെസിഡുവൽ ഇൻകം കണ്ടിട്ടുണ്ട്. അവർ മാത്രം വർക്ക് ചെയ്യണതിന്റെ പൈസയല്ല അവർക്ക് വരുന്നത്. അവർക്ക് നമ്മൾ ഏൺ ചെയ്യണ എമൗണ്ടോ അല്ലെങ്കിൽ ആ റേറ്റ് അല്ല അവർക്ക് വരുന്ന വരുമാനം. അവർക്ക് ഹ്യൂജ് ഇൻകംസ് വരുന്നു. എങ്ങനെയാണ് അത് സാധിക്കണേ? ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ 8ഉം 16ഉം 24 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാണ്ട് അവിടെ എത്രയോ ആൾക്കാരുടെ വർക്കിംഗ് അവേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അതിനെ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ട് ആണ് വലിയ വലിയ വ്യവസായികൾ അവരുടെ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുക്കുന്നത്. അവരുടെ ഹ്യൂജ് ഇൻകം വരുന്ന അവിടെ. നമുക്ക് 24 മണിക്കൂറിന്റെ ബാരിയർ ഉള്ളപ്പോൾ അവർക്ക് അവിടെ 24 മണിക്കൂർ ബാരിയറിൽ ഒരു 100 ആൾക്കാർ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 800 മണിക്കൂർ പ്രൊഡക്റ്റീവ് അവേഴ്സ് ആണ് ആ വ്യവസായിക്ക് കിട്ടുന്നത്. നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ 8 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ 100 കണക്കിന് ആൾക്കാരുടെ വർക്കിംഗ് അവേഴ്സിനെ ഒരുമിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വർക്കിംഗ് അവേഴ്സും ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റീവ് അവേഴ്സും ഉണ്ടാക്കുമ്പോഴാണ് ഒരു വ്യവസായിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ ക്രോസ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്നത്. അവിടെ ഒരു വ്യക്തിയുടെ വരുമാനത്തിൽ അല്ല ആ ഒരു സ്ഥാപനം പോണത് അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യം പോണത്. ഒരു 10 പേർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഒരു ഇൻകം സോഴ്സ് നിന്ന് പോണില്ല. ഇവിടെ ഒരു 24 hours ബാരിയർ ഇല്ല. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഇനി വിതൗട്ട് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ദ ഓൺലി വേ ടു ക്രിയേറ്റ് ട്രൂ വെൽത്ത് ഇസ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ വാക്ക് കേട്ടെന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് ഷട്ട് ഡൗൺ ചെയ്ത് പോയതാണ്. ട്രൂ വെൽത്ത് ഉണ്ടാക്കാനായിട്ട് ലാൻഡ്, ലേബറും ക്യാപിറ്റലും ഇല്ലാണ്ട് ചെയ്യാവുന്ന ഒരേ ഒരു വഴി ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ്. കാരണം ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമ്മുടെ മനസ്സിൽ വരുന്നത് ബുക്കും തൂക്കി വീട് തോറും നോക്ക് ചെയ്ത് സാധനങ്ങൾ വിൽക്കുന്ന, പാത്രങ്ങൾ വിൽക്കാൻ വരുന്നതും ഒക്കെ ആയിട്ടുള്ള വീട് കയറി ഇറങ്ങി വിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ്ലി ഒരാൾ കൊണ്ട് തരുന്നതാണല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ മുഴുവൻ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരൊക്കെയോ ബാഗും തൂക്കി നമ്മുടെ വീടുകളിൽ. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ്. പക്ഷെ ഇത് എന്താന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ ഒരു പടം കണ്ടോ, ഫാക്ടറി ടു ക്ലയന്റ്. അതായത് ഒരു കമ്പനിയിൽ നിന്ന് അതിന്റെ ആർക്കാണോ ആവശ്യം അവരിലേക്ക് സാധനം എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്റ്റ് സെല്ലിംഗ്. കമ്പനിക്ക് ഇടനിലയ്ക്ക് ആരും വേണ്ട. കമ്പനി ടു കസ്റ്റമർ, ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഉദ്ദേശിക്കുന്നത്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലോ ആദ്യം നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ലോകം മാറി വരുന്ന അനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുക. ഓരോ രീതിയിൽ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് വരുന്നു. ഓരോ രീതിയിലും നമ്മുടെ ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മുടെ മണി ട്രാൻസാക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രീതിയിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ലെവൽ, ഈ ഒരു മാർക്കറ്റിംഗ് രീതി മാറുമ്പോഴും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്നും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് ഏതോ ഒരു നാട്ടില് ഏതോ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാക്കിയേക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ അത് ചാനൽ ഓഫ് ആൾക്കാരുടെ കൈ കടന്നിട്ടാണ് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അത് തെറ്റല്ല, കാരണം ദാറ്റ് വാസ് എ വേ ഓഫ് ബിസിനസ്. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു, ആ ഒരു രീതിയിലായിരുന്നു നമുക്ക് സാധനങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത്. അപ്പൊ ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു നാഷണൽ വൈസ് ഡിസ്ട്രിബ്യൂട്ടർ, ഒരു C&F
ഉണ്ടാകും, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ. അങ്ങനെ വന്ന് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലോ സൂപ്പർ മാർക്കറ്റ്സിലോ വാനിൽ കൊണ്ടുവന്ന് സാധനം സപ്ലൈ ചെയ്യണ കാണാം. അപ്പൊ ഇത്രയും ആൾക്കാരും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ അടുത്തേക്ക് ഒരു സാധനം എത്തിക്കാൻ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഇവരുടേതായ രീതിയിലുള്ള വേജസ് കൊടുക്കണ്ടേ, അവർക്ക് അവരുടേതായ കമ്മീഷൻസ് കൊടുക്കണം. അപ്പൊ ഒരു 100 രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ MRP വാങ്ങുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റിന് ശരിക്കും ഒരു 40% കോസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ബാക്കി 60%ഉം ഈ ഇടനിലക്കാരുടെ കൈ കടന്നു വരുമ്പോൾ അവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്ന പൈസയാണ്. കൂടാണ്ട് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു എന്ന് അറിയണത് പരസ്യം, പേപ്പറിലുള്ള പരസ്യം, ഹോർഡിങ്സ് കണ്ടിട്ടുണ്ട്, TV വരുന്ന പരസ്യം. ഈ പരസ്യങ്ങളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസിനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇതിന്റെ കോസ്റ്റ് ആര് കൊടുക്കുന്നു? ഇത് നമ്മൾ MRP നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 100 രൂപയ്ക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ 60%ഉം ഈ മിഡിൽ മെന്നാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി. നമ്മളിപ്പോൾ അതിനകത്ത് ഹാപ്പിയാണ്. നമ്മളിപ്പോൾ ഒരു 10,000 രൂപയുടെ കച്ചവടം അല്ലെങ്കിൽ ഒരു പർച്ചേസ് നമ്മൾ ഒരു മാസം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 6,000 രൂപയോളം നമ്മൾ ഇങ്ങനെയാ കൊടുക്കുന്നത്, അല്ല? ഇങ്ങനെ കുറെ ആൾക്കാരുടെ ഒരു ശൃംഖലയിലേക്ക് അത് പൊക്കോണ്ടിരിക്കുക. അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് ദ വേ ഓഫ് മാർക്കറ്റിംഗ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയും കസ്റ്റമറും ആണല്ലോ, ഫാക്ടറി ടു കസ്റ്റമർ. അപ്പൊ ഒരു പ്രോഡക്റ്റ് ഇതേപോലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കും. ആ ഫാക്ടറിയിൽ നിന്ന് ഒരു കമ്പനി എടുത്തിട്ട് കമ്പനി ഇത് ഡയറക്ട്ലി കസ്റ്റമറിന് കൊടുക്കുക. ആ കസ്റ്റമർ തന്നെയാണ് ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവുകയാണ്. കാരണം കമ്പനിയുടെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് നമ്മൾ വഴിയാണ്. അപ്പൊ ഞാനിപ്പോ അടുത്ത കടയിൽ നിന്ന് വാങ്ങിയിരുന്ന സാധനം ഞാൻ ഈ ഇടനിലക്കാരെ മുഴുവനും മാറ്റി നിർത്തി ഞാൻ നേരിട്ട് കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ആ കമ്മീഷൻസ് അവോയ്ഡ് ചെയ്ത് എനിക്ക് വില കുറച്ച് കിട്ടും. അപ്പൊ ഇതിനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യുകയോ ഇല്ലയോ? നമുക്കിവിടെ എന്താ നഷ്ടം? ഞാനിപ്പോ ഒരു 100 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം എനിക്ക് 70 രൂപയ്ക്ക് കിട്ടിയാൽ എനിക്കത് ലാഭം. അപ്പൊ ഇവിടെ കമ്പനി ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരെ മാറി അവോയ്ഡ് ചെയ്ത് നേരിട്ട് കസ്റ്റമറിന് കമ്പനിയിൽ നിന്ന് നേരിട്ട് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇവിടെ പരസ്യം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ഉപയോഗിച്ചാൽ എനിക്ക് അത് ഇഷ്ടമായാൽ ഓട്ടോമാറ്റിക്കലി ഞാനത് പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിന് ഞാൻ ഉപയോഗിച്ചൊരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ അത് അവർ വാങ്ങി ഉപയോഗിക്കും. എനിക്ക് അതിനകത്ത് കമ്മീഷനൊന്നും സാധാരണ കടക്കാർ തരാറില്ല. ഇവിടെ ഞാൻ ആമസോണിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങാറുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്, അവരും വാങ്ങും. പക്ഷെ എനിക്ക് അതിനകത്ത് ഞാൻ അറിയാറ് പോലുമില്ല അവർ വാങ്ങണേ. ഇവിടുത്തെ ഒരു കൺസെപ്റ്റിനകത്ത് ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ ഓരോരുത്തരും വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടമായാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് വാങ്ങാനുള്ള അവസരവും നമ്മൾ വഴി എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും കമ്പനിയെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. പരിചയപ്പെടുത്തി കൊടുത്താൽ അവര് പ്രോഡക്ട്സ് വാങ്ങിയാൽ അവിടുത്തെ ഇടനിലക്കാരൻ നമ്മളാണ്. നമ്മൾ ഓരോ വ്യക്തികളുമാണ് അവിടുത്തെ ഇടനിലക്കാരൻ. ഇവിടെ നത്തിങ് ടു ലൂസ്, നത്തിങ് ടു ഇൻവെസ്റ്റ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നു വില കുറച്ച്, കുറെ അധികം ആൾക്കാരെ വില കുറച്ച് വാങ്ങാൻ സഹായിക്കുന്നു. ആ സഹായിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മളാണ് അതിനകത്ത് മിഡിൽമെൻ. ഈ 60% കമ്പനി മാറ്റി വെച്ചേക്കുന്നത് ഈ ചാനലിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇത് മനസ്സിലായാൽ ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞതാണ് ഈ ബിസിനസിന്റെ കാതലായ ഭാഗം. ഇനിയുള്ളത് ഈ പ്രോഡക്റ്റ് എന്താണെന്നും എന്താണ് കമ്പനി എന്നൊക്കെയാണ് ഇനി പറയാൻ പോണത്. ഇപ്പൊ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ ഒരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഫിക്കിയും KPMGയും റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. 2025 ആകുമ്പോഴത്തേക്കും മറ്റേ എന്താ പറയാ യൂത്ത് എന്ന് പറഞ്ഞ ഒരു 1.8 crore ഇന്ത്യൻ യൂത്ത് ആണ് ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ജോലിയായിട്ട്, ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്നാണ് അവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ അനൗൺസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഡയറക്ട് സെല്ലിംഗ് മറ്റേ സർ തിലോത്തമൻ സാറും പിണറായി സാറും സൈൻ ചെയ്ത ഒരു റെഫറൻസ് ബുക്കാണിത്. അതിന്റെ കോപ്പീസ് ആണ്. പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2021 റെഗുലേഷൻസ് പ്രകാരം എല്ലാ സംസ്ഥാനത്തും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്നും ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം എന്നും പറഞ്ഞ് ഒരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലാണ്
ആദ്യമായിട്ട് ഫെബ്രുവരി 19 ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മാർഗയിലേക്ക് ഒരു മാർഗരേഖ പ്രകാശന വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. കാരണം ഇതിനൊരു മോണിറ്ററിംഗ് ബോഡി, കുറച്ചു കാലം മുമ്പ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു പേരിനകത്ത് കുറേ വേണ്ടാത്ത രീതിയിലുള്ള ബിസിനസ്സുകൾ നടന്നു പോയേക്കണോണ്ട് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് കൊണ്ടുവരണമെന്ന് നല്ല കമ്പനീസും ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ്, അവരുടെ ചെലവിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ. അപ്പൊ ഈ ഒരു ഇതിന് കൃത്യമായ ഒരു മാർഗരേഖ കൊണ്ടുവരാനും അതിനെല്ലാ ട്രേഡ് യൂണിയൻ സപ്പോർട്ടുകളും അതിനകത്തുണ്ട്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം 170 കൺട്രീസിലാണ് 2019-20 ഉണ്ടായിരുന്നതും. അതിൽ 180.5 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് 2025, ഇത് പഴയ റിപ്പോർട്ട്സ് ആണ് ഇതൊക്കെ. 2019 ഇന്ത്യയാണ് 15ാമത്തെ സ്ഥാനം അതിനകത്ത് നിന്ന് വരുന്നത്. അപ്പൊ ഇതൊക്കെ നോർമലി നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നും അതെങ്ങനെയാണ് ആൾക്കാരിലേക്ക് ഹെൽപ്ഫുൾ ആവണമെന്നൊക്കെ നമുക്ക് തന്നെ നോക്കിയാൽ അറിയാവുന്ന കാര്യമുള്ളൂ. ഇന്ന് ഡിഗ്രിക്കും MBAക്കും ഒരു മെയിൻ ചാപ്റ്റർ ആണ് ഡയറക്ട് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കാനും ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ ഈ MBA കഴിഞ്ഞു തന്നെ പിള്ളേരൊക്കെ ഇപ്പൊ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഇഷ്ടം പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ഇനി എങ്ങനെ നമുക്കൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ സെലക്ട് ചെയ്യാൻ പറ്റും? കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ പരസ്യമില്ല. ഒരു പ്രോഡക്റ്റ് വാങ്ങി ഞാൻ ഡയറക്ട്ലി കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുള്ളൂ. എനിക്ക് ഇഷ്ടമായ മാത്രമേ ഞാൻ ഇനിയും വാങ്ങുള്ളൂ, അല്ലെ? എനിക്ക് ഒരു കൊള്ളില്ലാത്തൊരു പ്രോഡക്റ്റ് തന്നാൽ ഞാൻ രണ്ടാമത് വാങ്ങില്ല അതിനകത്ത്. അപ്പൊ ഞാൻ പല ആൾക്കാർക്കും അതിനെ ഒരു സംവിധാനം ഉണ്ടാക്കി നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരും ഇനിയും വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നന്നായിരിക്കണം. അപ്പൊ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കണം, നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് ഉണ്ടാവണം. ഇതൊരു 12 വർഷമായി ഈ ഒരു കമ്പനി ഇവിടെ വന്നിട്ടും അവരുടെ എല്ലാ രീതിയിലുള്ള ഇപ്പൊ 100 ചില്ലാൻ പ്രോഡക്ട്സോളം മാർക്കറ്റിലേക്ക് ഇന്ന് പല കസ്റ്റമേഴ്സും യൂസ് ചെയ്യണത് ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഓഫ് സക്സസ് ഉണ്ട്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം. നല്ലൊരു കോമൺ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തികൾക്ക് പല ആൾക്കാരിലേക്കും ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു അവസരം വില കുറച്ച് വാങ്ങാനുള്ള ഒരു അവസരം അവരുടെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയേണ്ട എന്താണെന്നുള്ളത് അതിനുള്ള വേദികളാണ് ഇപ്പൊ ഇന്നത്തെ ഈ സൂമും ഇങ്ങനെയുള്ള ഓൺലൈൻ മീറ്റിംഗ്സ് വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എല്ലാവരും പല ജോലിയിൽ ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നമ്മുടെ ഓരോ ചെലവിനകത്തും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടാവണം, നല്ലൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാവണം. അപ്പൊ ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ പേര് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ കമ്പനി ഇപ്പൊ 700 ഇതും പഴയ സ്ലൈഡാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് 800ന്റെ മുകളിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാറുണ്ട്. ഓൺലൈനായിട്ട് ഇപ്പൊ നമുക്ക് ഇന്ത്യ ഷോപ്പിൽ നിന്ന് പറഞ്ഞ ആപ്പ് വഴി വാങ്ങാം. ഇപ്പൊ നമ്മൾ ആമസോൺ ആപ്പിൽ നിന്ന് ഫ്ലിപ്കാർട്ട് ആപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ നമുക്ക് ഇന്ത്യ ഷോപ്പി ആപ്പാണ് നമുക്ക് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് വാങ്ങാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്. അവിടെ നമ്മൾ നോർമലി കയറി നോക്കിയാൽ നമുക്ക് MRP റേറ്റേ കാണുള്ളൂ. പക്ഷെ ഇതിനകത്തുള്ള ഒരു വ്യക്തി നമ്മളെ പരിചയപ്പെടുത്തി കൊടുത്താൽ അവിടെ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന പോലെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നാൽ ഇന്ത്യ ഷോപ്പി ആപ്പ് വഴി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 25 to 30% ഡിസ്കൗണ്ടിലാണ് ആദ്യമേ സാധനം വാങ്ങാനുള്ള അവസരം. അപ്പൊ ഇത് ആണ് ഇങ്ങനെയാണ് അവരുടെ വിൽപ്പന നടക്കുന്നത്. ഇനി സർട്ടിഫിക്കേഷൻ, ഒരു പ്രോഡക്റ്റ് സ്ഥിരമായ ആൾക്കാർ വാങ്ങണമെങ്കിൽ അതിന് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കേഷൻ ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ, ആയുഷ് മന്ത്രാലയത്തിന്റെ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പ്രീമിയം സർട്ടിഫിക്കറ്റ്. അതായത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കും കൊണ്ടുപോകാനായിട്ടുള്ള റൈറ്റ് ഉള്ള അതിന്റെ സർട്ടിഫിക്കേഷൻ ആണ്. FSSAIയുടെ മറ്റേ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷന്, ബ്രൂൺസ്വിക് ലാമ്പിന്റെ ഒറാക് സർട്ടിഫിക്കേഷനും മിക്കവാറും എല്ലാ പ്രോഡക്റ്റിനും ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കൂടാണ്ടുള്ള വേറെ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷന്റെ GMO ഗ്രാസ് എന്ന് ജനറലി റെക്കഗ്നൈസ്ഡ് ആസ് സേഫ് എന്ന് പറയുന്നത്. പിന്നെ GMP സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ. ഇതൊന്നും ഇവിടെ വിൽക്കാൻ ആവശ്യമുള്ളതല്ല. ഇതൊക്കെ ഇപ്പൊ UAE-യിലും അങ്ങനെയുള്ള പുറത്തെ രാജ്യങ്ങളിൽ പോയ പല സൂപ്പർ മാർക്കറ്റിലെ പ്രോഡക്ട്സിനകത്തും ഈ പറയുന്ന ലേബിൾസ് നമുക്ക് കാണാം, ഈ പറയുന്ന സർട്ടിഫിക്കേഷൻസ് കാണാം. അപ്പൊ ഇതെല്ലാം കമ്പനി ഈ പ്രോഡക്റ്റുകൾക്ക് എടുത്തു വെച്ചേക്കുന്ന ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ആണ് ഇതെല്ലാം.
ഇനി ഇതിന്റെ പുറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വേൾഡ് ക്ലാസ് പ്രോഡക്റ്റ് ഡീൽ ചെയ്യുന്ന സയന്റിസ്റ്റുമാരാണ് ഇതിന്റെ പുറയിൽ. പല എക്സ്പേർട്ട് ആയിട്ടുള്ള ഭയങ്കര കുറെ അധികം വർഷത്തെ പല പല ഡെവലപ്പിംഗ് കൺട്രി, ഇതിനു മുമ്പ് ഡെവലപ്പായി പോയ പല കമ്പനീസിന്റെ പുറയിലും സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന, ഇപ്പൊ ഡാബർ, ബെൽസാറ, റാൻബാക്സി, ഹിന്ദുസ്ഥാൻ ലിവർ, ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്ന വളരെ കീൻ ആയിട്ടുള്ളതും വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളാണ് ഇതിന്റെ പുറയിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഡോക്ടർ DB അനന്തനാരായണൻ ആയുർവേദത്തില് ഒരു മോഡേൺ ആയുർവേദയുടെ ഒരു എന്താ പറയാ ഒരു എന്താണ് തലവട്ടപ്പൻ എന്നൊക്കെ പറയാം, ആ രീതിയിൽ വളരെയധികം നോളേജ് ഉള്ള ഒരു വ്യക്തി, പല ഇന്ത്യ റെപ്രസെന്റേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിലും മോഡേൺ ആയുർവേദത്തെ പറ്റി സംസാരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഇവിടെ നമ്മൾ ഡീൽ ചെയ്യണ മെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിനും നാളെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള പ്രോഡക്ട്സ്, വെൽനസ് പ്രോഡക്ട്സ് ആണ് മെയിൻ ആയിട്ടുള്ള ഈ കമ്പനി ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ്. അതിനകത്ത് വരുന്ന ബ്രാൻഡ് ഒരു 4 ബ്രാൻഡ് ഉണ്ട്. ഇതിനകത്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു, എപ്പോഴും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ്. ആ ബ്രാൻഡിന് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് എന്നുള്ള അവാർഡ് 2019-ലും 2022-ലും 2024-ലും കിട്ടിയിട്ടുണ്ട്. ആ സ്ലൈഡ് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അതും പരസ്യമില്ലാത്ത ഒരു കമ്പനിയാന്ന് ആലോചിക്കണം. പരസ്യമില്ലാത്ത ഒരു കമ്പനിയുടെ പ്രോഡക്റ്റിന് അതിന് എക്കണോമിക് ടൈംസ്, അതായത് ഇന്ത്യയുടെ ഭീമൻ മറ്റേ മീഡിയ ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് ടൈംസിന്റെ ഒരു സർവേയിലാണ് ഇത് ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്. ഇതിനകത്ത് കുറച്ച് പ്രോഡക്റ്റിനെ പറ്റി ഞാൻ ഓടിച്ചു പറയാം. ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇതെല്ലാം പ്രൊപ്രൈറ്ററി മെഡിസിൻസ്, അതായത് നമ്മുടെ എന്താണ് ഒരു കൗണ്ടറിന്റെ അപ്പുറം നിന്ന് നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് വാങ്ങി ഉപയോഗിക്കാവുന്ന, ഇപ്പൊ നമ്മൾ ഹെൽത്ത് ഡ്രിങ്കുകൾ വാങ്ങി കഴിക്കുന്ന പോലെയോ ഒരു കഫ് സിറപ്പ് വാങ്ങി നമ്മുടെ ഏതെങ്കിലും കടയിൽ നിന്ന്, അതായത് ഒരു മെഡിക്കൽ ഷോപ്പിലും വെക്കാം, അതാ ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന പ്രോഡക്റ്റ് ഇല്ലേ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കഴിക്കാവുന്ന, ഇതാണ് ഇതിനകത്തുള്ള എല്ലാ പ്രോഡക്റ്റും. നമ്മുടെ വീട്ടില് പണ്ടത്തെ 2 ജനറേഷൻ മുമ്പ് നമ്മുടെ വീട്ടിലെ അമ്മൂമ്മമാര് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ മുറ്റത്തുനിന്ന് പറിച്ചു തന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചിരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ ഉള്ളിൽ ചെല്ലേണ്ടിയിരുന്ന കുറച്ച് പ്രോഡക്റ്റിനെ ഈ ഒരു ഫോമില് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരിവിടെ തരണമെന്ന് മാത്രം. ഇതൊന്നും മരുന്നല്ല, മരുന്ന് കഴിക്കുന്ന വ്യക്തികളെല്ലാം മരുന്ന് കഴിച്ചോളണം. ഇത് മരുന്നിന്റെ കൂടെ ആരോഗ്യ സംരക്ഷണം, ഓരോ അവയവങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയുള്ള പോഷകങ്ങൾ മാത്രമാണ് ഇതിനകത്തുനിന്ന് തരണേ. അപ്പൊ മോശമായി പോയിരിക്കുന്ന അവസ്ഥയിലുള്ള അവയവങ്ങൾക്ക് അതിനെ റിജുനേറ്റ് ചെയ്യാനും അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പോഷകങ്ങൾ ഇതിനകത്തുനിന്നുണ്ടാവും. അതിൽ ഫസ്റ്റ് ലിവഗെയിൻ എന്ന് പറയുന്നത് ലിവറിന്റെ ഹെൽത്ത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ലിവറിന്റെ ഹെൽത്ത്. ലിവർ പല രീതിയിലുള്ള ഭക്ഷണം, മരുന്നുകളും എല്ലാ കാരണം കൊണ്ടും ലിവറിന്റെ ഹെൽത്ത് ഓരോരുത്തർക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ലിവറിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗെയിൻ എന്ന് പറയുന്നത് അത് മറ്റേ ഫാറ്റി ലിവർ, അതിൽ മറ്റേ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ അതേപോലെ കുട്ടികൾക്ക്, വിശപ്പില്ലാത്ത കുട്ടികൾക്ക്, പണ്ട് നമ്മൾ മുത്താരിഷ്ടമൊക്കെ കൊടുക്കണ പോലെ വിശപ്പില്ലാത്ത കുട്ടികൾക്കും ഡൈജഷൻ ശരിയാവാത്ത കുട്ടികൾക്ക് സിറപ്പും ഉണ്ട്, വലിയവർക്ക് അതിനകത്ത് ക്യാപ്സ്യൂളും ഉണ്ട്. കഫ്നിൽ എന്ന് പറയുന്നത്, കഫ്നിൽ ഓരോ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, നമ്മുടെ കഫം ഇല്ലാണ്ടാക്കാനും ചുമ ഇല്ലാണ്ടാക്കാനും നമുക്ക് അറിയാം. അത് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും സൂട്ടബിൾ ആണ്. ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാൻ ഏറ്റവും സൂട്ടബിൾ, അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാവുന്ന പറയാൻ കാരണം ഇതിനകത്ത് മധുരം ഇല്ല, അതിന് ഷുഗർ കണ്ടന്റ് ചേർത്തിട്ടില്ല. അതിന് മറ്റേ ഇരട്ടി മധുരം പോലത്തെ കണ്ടന്റ് ആണ് ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് വുമൺ കമ്പാനിയൻ. ആ പേര് തന്നെ ഉണ്ട്, സ്ത്രീകളുടെ സുഹൃത്ത്. ഒരു 13 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ, ഒരു കുട്ടി വയസ്സറിയിക്കുന്ന സമയം മുതൽ മെനോപോസ് വരെ സമയത്തുള്ള അവരുടെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനും പണ്ട് നമ്മുടെ അമ്മൂമ്മമാർക്ക് അറിയായിരുന്നു, അവര് വീട്ടിൽ തന്നെ തന്നിരുന്ന കാര്യങ്ങളാണ്. അത് അവർക്ക് വൈറ്റ് ഡിസ്ചാർജ് ആണെങ്കിലോ, ബ്ലീഡിങ് അധികം ആണെങ്കിലോ, വയറുവേദന, നടുവേദന, തലവേദന, മൂഡ് സ്വിങ്സ്, പീരിയഡ്സ് ഇല്ലാണ്ടിരിക്കുക, പീരിയഡ്സ് അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുക, ബ്ലീഡിങ്, എല്ലാത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ. പിന്നെ
പിന്നെ മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, രക്തശുദ്ധീകരണം. ഏതൊരു പ്രശ്നത്തിന്റെ പുറയിലും ഫസ്റ്റ് നമുക്കറിയാം രക്തം ശുദ്ധീകരിക്കുകയായി. അപ്പൊ രക്തശുദ്ധീകരണത്തിലുള്ള മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, മുറിവുണങ്ങാൻ, കട്ട്സ് ആൻഡ് ബ്രൂസസ് എല്ലാത്തിനുള്ള ആന്റിസെപ്റ്റിക് ക്രീം. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന്റെ വീട്ടിൽ എന്തായാലും വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണിത്. എല്ലാവരുടെ അടുക്കളയിലും വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന മുറിവിനുള്ളത്. പിന്നെ നോവേദന ജെൽ എല്ലാ രീതിയിലുള്ള വേദനകൾക്കും ജോയിന്റ് പെയിൻസിനും ഉള്ളതാണ്. മാൻ ശക്തിമാൻ എന്ന് പറയുന്ന ആണുങ്ങളുടെ ഹോർമോൺ ബാലൻസ് കറക്റ്റ് ആക്കാനും മൈക്രോ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് പ്രൊമോട്ട് ചെയ്യാനും വളരെ നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മാൻ ശക്തിമാൻ. പിന്നെ ഫൈറ്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഫൈറ്റ് എന്ന് പറയുന്ന ഫൈറ്റോ കെമിക്കൽ ഐ മീൻ എന്താണ് ഇത് പ്ലാന്റ് ബേസ്ഡ് എന്നുള്ള മീനിങ് ആണ്. അത് നമ്മുടെ നാച്ചുറൽ രീതിയിൽ അശ്വഗന്ധ, തുളസി വഴി സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. Immuno3+ കുടലിന്റെ ഹെൽത്തിനുള്ളത്, നോവേദന ക്യാപ്സ്യൂള്, ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള നമ്മുടെ ജോയിന്റ് ഹെൽത്തിനുള്ളത്. വെൽഹാർട്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണതും ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. മസിൽസിന്റെ സർക്കുലേഷൻ, അതേപോലെ പമ്പിങ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് അർജുന എന്ന് പറഞ്ഞൊരു മരത്തിന്റെ തോല്, പുഷ്കരമൂല്, ഫെനുഗ്രീക്ക് അതായത് ഉലുവ, ഉണക്കമുന്തിരിയൊക്കെയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പൈൽസ്. പൈൽസിന് വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത് പൈൽസിന് ഒരു ടാബ്ലറ്റും അവിടെ പെരട്ടാനുള്ള ഓയിൽമെന്റും ഉണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷനുള്ള ആൾക്കാർക്ക് ബവൽ മൂവ്മെന്റിനുള്ളതുണ്ട്. നെർവ് എനർജി എന്ന് പറയുന്നത് നെർവിന്റെ ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം അവരുടെയാണ് നെർവ്സിനെ ബാധിച്ച് മറ്റേ ന്യൂറോപ്പതിയിലേക്കൊക്കെ പോണത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് വേറെ കുറെ പ്രോഡക്റ്റ്, കാലിന്റെ ഉപ്പൂറ്റിക്കുള്ളത്, മൂക്കടപ്പിന് നസിൻ ചെയ്യാനുള്ളത്, കണ്ണിന്റെ എനർജിക്ക് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. അത് 3 തരം പ്രോട്ടീൻ, സോയ പ്രോട്ടീൻ, ബി പ്രോട്ടീൻ, പി പ്രോട്ടീൻ അത് കൂടാണ്ട് ബ്രഹ്മി ആംലയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് മറ്റേ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ വൈറ്റമിൻ സിയും മുരിങ്ങയുടെയും നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. വൈറ്റമിൻ സി ചുവബിൾ ആണ്. മുരിങ്ങയുടെ പ്രോഡക്റ്റും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമുക്കറിയാം മുരിങ്ങയുടെ ഗുണം എന്തൊക്കെയാണ് എന്നുള്ളത്. മോറോ ലൈഫ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് മാനേജ്മെന്റ്, മെറ്റബോളിസം കറക്റ്റ് ആക്കിക്കൊണ്ട് വെയിറ്റ് മാനേജ്മെന്റിനുള്ളതുണ്ട്. 95 എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ട്. പിന്നെ ഡയാബ്ലൈഫ്, ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള, പാൻക്രിയാസിന്റെ ആരോഗ്യം നന്നാക്കിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ തന്നുകൊണ്ട് നമ്മുടെ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും അതിനെപ്പറ്റി ട്രെയിനിങ്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിച്ചാൽ മതി, അവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കവചപ്രാശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയണോണ്ടാണ് നമുക്ക് കൊറോണ വന്നല്ലാണ്ട് കൊറോണയുടെ കുഴപ്പം കൊണ്ടിട്ടല്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് 365 ദിവസവും കഴിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കവചപ്രാശം. അതേപോലെ പ്രോട്ടീൻ എല്ലാം നമുക്ക് സ്ഥിരം കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അത് ബേബി ടു ബാബ എന്നാണ്, വയസ്സായ ആൾക്കാർ വരെ കുഞ്ഞുങ്ങൾ മുതൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാണ്ട് കുറെ ഫേസ് വാഷ് ഉണ്ട്, അണ്ടർ ഐ ക്രീം ഉണ്ട്, ഷാംപൂ ഉണ്ട്, മറ്റേ പേസ്റ്റ് ഉണ്ട്, പൗഡർ, പിന്നെ കുറെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റിനകത്ത് സോപ്പുകൾ ഉണ്ട്, നമുക്ക് ഹോം കെയർ പ്രോഡക്ട്സ് നമുക്കുണ്ട്, ചായപ്പൊടി ഉണ്ട്. പിന്നെ കൂടാണ്ട് നമുക്കറിയാം മണ്ണിനകത്ത് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഫുഡിലും പച്ചക്കറിയിലും ഒന്നും കിട്ടാത്തത്. നമുക്ക് എന്തുകൊണ്ടിട്ട് സപ്ലിമെന്റ്സ് കഴിക്കേണ്ടി വരുന്ന വെച്ചാൽ നമ്മുടെ മണ്ണിൽ നിന്നൊന്നുമില്ല, നമുക്ക് വേണ്ട മൂലകങ്ങൾ കിട്ടാത്തതുകൊണ്ട് കഴിക്കുന്ന പച്ചക്കറിയിൽ നിന്നും ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ മണ്ണിനെ അതിന്റെ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യാണ് വൃക്ഷ ആയുർവേദ കൺസെപ്റ്റിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഇന്ത്യ അഗ്രോ എന്ന് പറഞ്ഞ നമ്മുടെ വൃക്ഷങ്ങൾക്കുള്ള, നമ്മുടെ നമ്മുടെ കൃഷിക്കുള്ള കുറെ അധികം പ്രോഡക്ട്സ് ഉണ്ട്. ഇനി ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൈഡിജി എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, നമ്മളെ പഠിപ്പിക്കാനുണ്ട്. ഹാർവസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞ ട്രെയിനിങ്സും കമ്പനി പ്രോഡക്റ്റിനെ പറ്റി തരും. നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. നമ്മളെ ഇവിടെ ആരെങ്കിലും ഒരാൾ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ അവർ വഴി നമുക്കൊരു ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു 10 അക്ക ID നമ്പർ കിട്ടും. അതുവഴി നമുക്ക് ഓൺലൈനിൽ ആമസോണിൽ വാങ്ങുന്ന പോലെ ഇന്ത്യ ഷോപ്പി ആപ്പിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഓഫ്ലൈനിൽ ഇവരുടെ ഔട്ട്ലെറ്റ്സ് അവിടെ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഇതുവഴി നമ്മുടെ ഇൻകം 60% എല്ലാവരുടെയും മനസ്സിൽ കിടപ്പില്ലേ, 60%ത്തിൽ ഒരു 10-30% നമുക്ക് വാങ്ങുമ്പോൾ തന്നെ കുറച്ചാ കിട്ടണേ. അത് കൂടാണ്ട് ഒരു പാസീവ് ഇൻകത്തിനുള്ള ഒരു സോഴ്സ് ഇവിടെ ഉണ്ടെന്നൊന്നുമില്ല. അതെങ്ങനെയാ വരണേന്ന് പറയാം. ഇപ്പൊ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമ്മളിപ്പോ റീറ്റെയിൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങുന്നതിലും കിട്ടുന്നത് വില കുറച്ച MRPയിലും താത്തി ആയതുകൊണ്ട് അത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു റീറ്റെയിൽ ഇൻകം, MRPക്ക് കൊടുക്കുമ്പോൾ റീറ്റെയിൽ ഇൻകം കിട്ടും.
കൂടാണ്ട് എല്ലാ ആഴ്ചയും സെയിൽസ് ടേൺ ഓവർ ബോണസ്, മന്ത്ലി റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ്, ലോയൽറ്റി ബോണസ് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം ഇൻകം വഴിയാണ് ഈ 60% നമ്മളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഫസ്റ്റത്തെ റീറ്റെയിൽ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു, വാങ്ങുന്നത് വില കുറച്ചായതുകൊണ്ട് MRPക്ക് കൊടുത്താൽ നമുക്ക് അപ്പൊ തന്നെ ഒരു എമൗണ്ട് കിട്ടും. വീക്ക്ലി പേയ്മെന്റ് ആഴ്ചയിൽ ഇതിനകത്തൊരു വരുമാനം ഉണ്ട്. അതെങ്ങനെയാ അലോക്കേറ്റ് ചെയ്തേക്കണെന്ന് വെച്ചാൽ, ഇതിനകത്ത് 6 ബ്രാൻഡ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇന്ത്യ ഗ്രോ എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്നത് 1000 രൂപയ്ക്ക് വാങ്ങിയ 75% നമ്മുടെ ബിസിനസ് വോളിയം ആയിട്ട് കമ്പനിയിൽ കയറും. ആഹാർ, ന്യൂ സ്റ്റാർ, മൈ ഹോം നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങിയ 35% നമ്മുടെ ബിസിനസ് വോളിയം ആയിട്ട് കയറുക. ഇതിനകത്ത് രണ്ടിലും സാധനങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു ID നമ്പർ ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊരു 2 ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം കമ്പനിക്ക്. 2 ഓർഗനൈസേഷനിലെ ആൾക്കാരെ നമ്മൾ സഹായിക്കുകയാണ് വില കുറച്ച് വാങ്ങാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ, റിലേറ്റീവ്സിനെ വില കുറച്ച് വാങ്ങാനുള്ള സംവിധാനം കൊടുത്തിട്ട് അവർ ഓരോരുത്തരും അവരുടെ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ ഒരാഴ്ച 10,000 രൂപയുടെ ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2ലും വന്നാൽ അതിന്റെ മാച്ചിങ് വോളിയം ആയിട്ട് 12% 1200 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അതായത് ആദ്യത്തെ നമ്മുടെ 25 to 30% കൂടാണ്ട് നമ്മൾ വഴി കമ്പനിക്ക് ബിസിനസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഇടനിലക്കാരൻ നമ്മളായതുകൊണ്ട് നമുക്ക് ഈ നടന്ന സെയിൽസിന്റെ മാച്ചിങ് വോളിയത്തിന്റെ 12% നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അതാണ് 1200. ഇത് തന്നെ അത് 20,000 ആയ 2,400, അതിപ്പോ ഒരു 1 lakhന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് 12,000. ഇവിടെ എല്ലാ തവണയും ഒരേപോലെ പൊക്കോളണമെന്നില്ല. ഒരു സമയത്ത് ചിലപ്പോൾ കൂടുതൽ പോയേക്കാം. ഒരു സൈഡിൽ കൂടുതലായ മാച്ചിങ് എടുക്കുള്ളൂ, മറ്റത് അടുത്ത ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ അതവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് അവിടെ കിടന്നുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ നെക്സ്റ്റ് വീക്കിൽ ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീക്കില് 1 lakh ചിലപ്പോൾ ഈ വീക്കിലേക്ക് കയറും. അങ്ങനെ നമുക്ക് അതിന്റെ 12% എന്ന് പറഞ്ഞാൽ 60,000 റുപ്പീസ് നമുക്ക് അങ്ങനെ കിട്ടുന്നു. ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. മാക്സിമം നമുക്ക് വരുന്നത് 17,50,000 ആണ് ഏറ്റവും എന്താണ് സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് 60% കമ്പനിക്ക് തരാൻ പറ്റുള്ളൂ, 40% അവരുടെ കോസ്റ്റ് പോയില്ലേ. അപ്പൊ ഈ 60% നമ്മളിലേക്ക് ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ MRPക്ക് കുറച്ച് കിട്ടണത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വഴി കമ്പനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വ്യക്തികൾ വാങ്ങുമ്പോൾ ആ ബിസിനസ് വോളിയത്തിന്റെ ആണ് നമുക്ക് 12% മാച്ചിങ്ങിന്റെ 12% കിട്ടുന്നത്. അത് മാക്സിമം നമുക്ക് 17.5 ലക്ഷം വരെ അതിന്റെ മാച്ചിങ് കിട്ടും 2,10,000 ആഴ്ചയിൽ. അപ്പൊ ഈ 2,10,000 ആഴ്ചയിൽ ഒരു ID നമ്പറിൽ ഉണ്ടാക്കാനുള്ള അവസരം കമ്പനി തരണ്ട. നമ്മുടെ ഇഷ്ടം 10,000 ഉണ്ടാക്കണോ, 2 ലക്ഷം ഉണ്ടാക്കണോ, 1000 ഉണ്ടാക്കണോ എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ മാത്രം വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ വഴി ഒരു 10 പേര് വാങ്ങി ഉപയോഗിച്ചാൽ അതിൻ്റെതായ കമ്മീഷൻ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ 2/10 മാക്സിമം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു. ഇത് കൂടാണ്ട് നമുക്ക് പെർഫോമൻസ് ബോണസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ പെർഫോമൻസ് അനുസരിച്ച് ബോണസ്, അതാണ് മന്ത്ലി ഇൻകം വരുന്നത്. കാരണം ഈ 60% കാശ് കിടക്കുന്നത് പല രീതിയിലാണ് നമുക്ക് ഇൻകം ആയിട്ട് വരുന്നത്. കൂടാണ്ട് റാങ്ക് ഇൻകം എല്ലാ മാസവും ഓരോ റാങ്കിനും ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഉണ്ട്. കൂടാതെ ലോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് റീപർച്ചേസ് ചെയ്യണ IDയിൽ വേറൊരു ഇൻകം ഉണ്ട്. ഡയമണ്ട് റോയൽറ്റി ഇൻകം എന്നൊക്കെ പറഞ്ഞ് പല ലെവൽ ഇൻകം ഉണ്ട്. ഇതിലൊക്കെ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇന്ന് ഏതൊരു ബിസിനസ് ചെയ്താലും, ഇതൊരു ബിസിനസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സിലും നമ്മൾ ഇല്ലാത്തൊരവസ്ഥയിൽ ആ ബിസിനസ് അവിടെ നിന്നുപോകും. ഇവിടെ നമ്മൾ എത്ര വ്യക്തികളെ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തോ, നമ്മുടെ ഈ ഒരു ബിസിനസ് എത്ര ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ അത് അങ്ങനെ തന്നെ ആ നോമിനിക്ക് കൈമാറുന്നതാണ്. അത് കാരണം ഒരാളുടെ ബേസ് ചെയ്ത് നടക്കുന്ന ബിസിനസ് അല്ല ഇത്. എത്രയോ വ്യക്തികൾ അവരുടെ സമയമിട്ട്, അവരുടെ പൈസ ഇട്ട്, അവരുടെ വീട്ടിലേക്കുള്ള ചെലവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ ആ നോമിനിയിലേക്ക് പോകും. കൂടാണ്ട് ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് 3 lakhന്റെ ആക്സിഡന്റ് ഇൻഷുറൻസും നമുക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു നല്ല കമ്പനി ചൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു എന്തൊക്കെ വേണമെന്ന്. ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റ് വേണം, പ്രൂവൺ ട്രാക്ക് സക്സസ് ഉണ്ട്, അത് നമ്മളിവിടെ കണ്ടു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. വീട്ടിലെ ചെലവ് ഇതിനകത്തേക്ക് എല്ലാവരും കടമാറി കമ്പനിയായി. അത്രേ നമ്മളിവിടെ ചെയ്യണം. നമുക്ക് വേണ്ട സാധനങ്ങളിൽ നിന്ന് വാങ്ങി നമ്മൾ തുടങ്ങണം. കോമൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡേഴ്സ് ഇതിനകത്തുണ്ട്, അട്രാക്റ്റീവ് പ്ലാൻ ഉണ്ട്. ഇത് ISO 9001 2015 ക്വാളിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ്, ഫിക്കിയുടെ ഒരു പ്രൗഡ് മെമ്പറാണ്. FDSA അതായത് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ മെമ്പറാണ്. കൂടാണ്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റ് ആയിട്ട്.
ഇതിന് കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ mylifestylemarketing.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇന്ന് എല്ലാ ഫെസിലിറ്റി ഉണ്ട്. ഏതൊരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കാനും അന്വേഷിക്കാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. ഇവിടെ നമ്മൾ എന്താ കണ്ടേ, ഇവിടെ നമുക്കൊരു വരുമാനം, ഞാൻ പറഞ്ഞ എല്ലാവരോടും ആദ്യമേ ഇതൊരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റിയാന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് കിട്ടിയേക്കുന്ന അവസരം, ഒന്ന് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം, ഒന്നൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള അവസരം, ഒന്നൊരു 24 മണിക്കൂർ ബാരിയർ ബ്രേക്ക് ചെയ്ത് നമ്മുടെ മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യേണ്ട ബിസിനസ്സാണ്. കാരണം അവർക്ക് അവരെ കൊണ്ട് ഓടാവുന്നതിന്റെ മാക്സിമം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർക്കൊരു ക്യുമുലേറ്റീവ് ടൈം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമാണ്. പിന്നെ എന്താ പറയാ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെലവ് വരുമാനമാക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്നും ഇപ്പൊ നമ്മുടെ ബ്രാൻഡ് മാറിക്കൊണ്ട്, പർച്ചേസിങ് ഹാബിറ്റ് ഒന്ന് മാറ്റിക്കൊണ്ട് കടയിൽ നിന്ന് കമ്പനിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടുന്ന ഈ ആശയമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാണ്ട് പോകണം. ഇവിടെ എന്താ നഷ്ടപ്പെടാനുള്ള? ഇവിടെ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഇപ്പൊ നമ്മൾ ഇൻകം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന പൈസ ഇന്ന് ഒരു ഒറ്റ പോർട്ടലിലേക്ക് എല്ലാവരും ഇടുന്നു. ഒരേ ഒരു വിൻഡോയിലേക്ക് എല്ലാവരും ഇടുമ്പോൾ എല്ലാവരുടെ വരുമാനവും ഒരേ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്നു, എല്ലാവരുടെയും ചെലവും ഒരേ ഔട്ട്ലെറ്റിലേക്ക് പോകുന്നു. അപ്പൊ എത്രയോ വ്യക്തികൾക്ക് അവരവരുടെ എക്സ്പെൻസിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാനുള്ള ചാൻസ് ആണ്. അത് വൈഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ജോലിയായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല, നിങ്ങൾ ഇപ്പൊ ഇടുന്ന നിങ്ങളുടെ എക്സ്പെൻസ് ഇതിനകത്ത് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്തായാലും മരിക്കണ വരെ നമ്മൾ എക്സ്പെൻസ് ഇട്ടേ പറ്റൂ. ആ എക്സ്പെൻസ് നമുക്കൊരു 10 രൂപ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന രൂപയ്ക്ക് ഒരു 10 രൂപയെങ്കിലും നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും ഈ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല. ഇവിടെ ആരെയും വിളിച്ച് നമ്മൾ നിർബന്ധിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരണില്ല. ഒരു 100 ഫാമിലീസ് നമ്മൾക്ക് അറിയുന്ന സ്ഥിരമായിട്ട് അവരുടെ ചെലവ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഈ 100 ഫാമിലീസിലും സ്ഥിരമായിട്ട് ഒരു പർച്ചേസിങ് ഹാബിറ്റ് വരുന്നു, സ്ഥിരമായിട്ട് ഒരു ഇൻകം സോഴ്സും വരുന്നു. ഓരോ ഫാമിലിയുടെ ചെലവും ഒരു നിശ്ചിത ലാഭം എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഒരു റീസൺ ഉണ്ട്, നമുക്കൊന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഒരു മാറ്റം വരണം, എന്തെങ്കിലും രീതിയിൽ ഒരു ഇൻകം വേണം. നമ്മൾ വിചാരിക്കണ പോലെയല്ല. നമ്മളൊരു 5 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വഴി എത്രയോ പരിചയക്കാരൻ നമുക്കുണ്ട്. എല്ലാവർക്കും ഇതൊന്ന് ഈ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വില കുറച്ച് വാങ്ങാനുള്ള ഒരു സൗകര്യം നമ്മൾ വഴി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ എത്രയോ ആൾക്കാർ, നമ്മൾ ഒരു 5-10 വർഷത്തിനുള്ളിൽ ഒരു 1000, 2000, 3000 ആൾക്കാർ 500 രൂപയുടെ സാധനം എല്ലാ മാസവും വാങ്ങിയാൽ പോലും നമ്മുടെ ഒരു സ്ഥിരം ബിസിനസ്സും സ്ഥിര വരുമാനമായിട്ട് മാറുക. ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളേ ഉള്ളൂ. ഇടനിലക്കാരൻ ഇല്ലാണ്ട് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നു. നമ്മളൊരാളെ കമ്പനിക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ നമ്മളാണ് ഇടനിലക്കാരൻ, നമുക്ക് ആ കമ്മീഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കമ്പനി എന്താന്ന്, കമ്പനി ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റും എങ്ങനെയാ വരുമാനം വന്നേന്ന് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. കൺസെപ്റ്റ് അത്ര സിമ്പിൾ ഈസിയാണ്. എല്ലാവരും മനസ്സിലാവാത്ത ആൾക്കാർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ച ആൾക്കാരോട് അത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, ജസ്റ്റ് ഒരു കസ്റ്റമർ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഇൻകം ഉണ്ടാക്കാം. ഇത്രയെന്ന് പറയാനുള്ളൂ. എല്ലാവരും അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.